ഷംസു സൈബ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള അഭിലാഷം ഈ അൺസ്പോക്കൺ ലവ് എന്ന ആശയത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒന്നാണ്. ജയന്ത് കാച്ചാപ്പള്ളി എഴുതിയിട്ടുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രണയം തനിക്ക് ശ്വസിക്കുന്നത് പോലെ ഒരു ഹാബിറ്റായി മാറിയിരിക്കുന്നു എന്ന് നായകൻ പറയുന്ന ഭാഗം ഒരുപക്ഷെ നാളെ ഈ സിനിമ OTT-യിൽ വന്നാൽ റീലായോ ഷോർട്സായോ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീനാണ്. സിനിമ അവസാനിക്കുമ്പോൾ ഏത് ഇമോഷണൽ സ്റ്റേറ്റിൽ എത്തണം എന്നതിനെക്കുറിച്ച് അഭിലാഷത്തിന് ധാരണയുണ്ടെങ്കിലും അവിടം വരെ എങ്ങനെ എത്തും എന്നതിനെക്കുറിച്ച് പടത്തിന് ഒരു ഐഡിയയുമില്ല. കോട്ടക്കലിൽ അത്തർ ഷോപ്പും കൊറിയർ സർവീസും നടത്തുന്ന അഭിലാഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ സിനിമ നടക്കുന്നത്. ചെറുപ്പം മുതലേ അഭിലാഷ് പ്രേമിച്ച ഷെറിൻ ഏറെ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വരികയാണ്. ഭർത്താവ് മരിച്ച ഷെറിൻ ഇന്നൊരു സിംഗിൾ മദറാണ്. ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം തുറന്നു പറയാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അഭിലാഷിന് അപ്പോഴുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സ്വന്തം ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത അഭിലാഷിനെ വൈകി കിട്ടിയ ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആയിരിക്കണം സിനിമയുടെ രചയിതാവായ ജനിത് കാച്ചാപ്പള്ളിക്ക് ആദ്യം കിട്ടിയത് എന്ന് എനിക്ക് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു ക്ലൈമാക്സിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടുകൾ പോലെയാണ് സിനിമയുടെ ബാക്കി ഭാഗം കാണുമ്പോൾ തോന്നുന്നത്. ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള എന്റർടൈനർ സിനിമ ആകണമെങ്കിൽ കുറച്ച് നർമ്മമുഹൂർത്തങ്ങളും കോൺഫ്ലിക്റ്റുകളും സിനിമയിൽ ആവശ്യമായിട്ടുള്ളതാണ്. അഭിലാഷിന് ഷെറിനോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി തിരക്കഥ കണ്ടെത്തുന്ന മാർഗങ്ങളൊക്കെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തരം സില്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാര്യമായി കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ പോകുന്ന കഥയിലേക്ക് ഒരു ഇന്റർവെൽ പഞ്ചിന് വേണ്ടി മാത്രം കുത്തിക്കയറ്റിയതാണ് അർജുൻ അശോകൻ അവതരിപ്പിച്ചിട്ടുള്ള താജു എന്ന കഥാപാത്രം. ക്ലൈമാക്സിന്റെ അടുത്തേക്ക് സിനിമ എത്തുമ്പോൾ മേലെ പറഞ്ഞ 2 ഘടകങ്ങളും ക്ലൈമാക്സിനെ വൈകിപ്പിക്കാൻ വേണ്ടി കഥയ്ക്ക് കാര്യമായ ഗുണമൊന്നുമില്ലാതെ ചേർത്ത് വെച്ച സാധനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. മെയിൻ കഥാപാത്രങ്ങളുടെ പ്രണയം കുറച്ച് ഓർഗാനിക്കായി നമുക്ക് വിശ്വസനീയമാകുന്ന രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തിരക്കഥയ്ക്ക് വലിയ ധാരണയില്ല. 2 മണിക്കൂർ നീളമുള്ള സിനിമയുടെ 3/4 ഭാഗത്തോളം നമ്മൾ കാണുന്ന സ്വല്പം ഓവറായിട്ടുള്ള കോമഡി സ്വഭാവവും ക്ലൈമാക്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വല്ലാത്തൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. അഭിലാഷിനെ സഹായിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം കുറച്ച് ഓവറാണ്. മണ്ടത്തരങ്ങൾ കാട്ടി നമ്മളെ ചിരിപ്പിക്കുന്നത് പോലെ അല്ല അത് കാണുമ്പോൾ തോന്നുന്നത്. സ്വല്പം നല്ല ഹ്യൂമർ കണ്ടെത്താൻ തിരക്കഥ കടന്ന് കഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇതൊന്നും പോരാത്തതിന് ക്രിഞ്ച് കൂട്ടാൻ സംവിധായകൻ ഷംസു സൈബ ചില സീനുകളെ വല്ലാതെ അങ്ങോട്ട് വലിച്ചു നീട്ടുന്നുണ്ട്. നമ്മൾ മനസ്സിൽ കട്ട് പറയുന്ന പോയിന്റിന്റെ അപ്പുറത്തേക്ക് ചില പൈങ്കിളി സീനുകൾ നീണ്ടുപോകുന്നുണ്ട്. അഭിലാഷ് കുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൈജു കുറുപ്പ് എവിടെയോ ഒരു മിസ്ഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. സിനിമയിൽ സ്ക്രീൻ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇന്നലെ ഇറങ്ങിയ വീരധീര സൂര്യനിൽ വിക്രമും തുഷാര വിജയനും തമ്മിൽ 31 വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിലും സ്ക്രീനിൽ നമ്മൾക്കത് അത്രയ്ക്ക് തോന്നില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ സൈജു കുറുപ്പും തൻവിയും അവതരിപ്പിക്കുന്നത് ഒരേ പ്രായത്തിലുള്ള കഥാപാത്രങ്ങളാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്റെ സ്ഥിരം ശൈലിയിൽ അഭിലാഷ് കുമാറിന്റെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഭാഗങ്ങൾ സൈജു കുറുപ്പ് അവതരിപ്പിച്ചപ്പോൾ ഓവറായി പോകാൻ സാധ്യതയുള്ള ക്ലൈമാക്സ് ഭാഗങ്ങൾ പുള്ളി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഷെറിൻ എന്ന കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ തൻവീറാം അവതരിപ്പിച്ചു. സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കഥയിൽ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടേ എന്ന് വിചാരിച്ച് ആഡ് ചെയ്ത ഒരു എക്സ്റ്റൻഡഡ് കാമിയോ ടൈപ്പ് കഥാപാത്രമാണ് അർജുൻ അശോകൻ ചെയ്തിട്ടുള്ള താജു. അത് പുള്ളി തരക്കേടില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. എഴുത്തിൽ തന്നെ ഓവറാക്കിയിട്ടുള്ളത് കൊണ്ട് നവാസ് വള്ളിക്കുന്ന് അവതരിപ്പിച്ച സുഹൃത്തിന്റെ കഥാപാത്രം ഒരല്പം വെറുപ്പിക്കലായിരുന്നു. മെലോ ഡ്രാമ സാമാന്യം കുറച്ച് ഒരു 20 മിനിറ്റിന്റെ കഥയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫീൽ ഫാക്ടർ ഉള്ള ഒരു ഷോർട്ട് ഫിലിം ആകാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് അഭിലാഷം. റിയലിസ്റ്റിക് ആയിട്ടുള്ള റൊമാൻസിന് നല്ല സാധ്യതയുണ്ടായിരുന്ന കഥയിലേക്ക് മണ്ടത്തരങ്ങൾ കുത്തിക്കയറ്റി ആ ഒരു റൊമാൻസ് ഭാഗത്തെ വല്ലാതെ അങ്ങ് ദുർബലപ്പെടുത്തിയതുപോലെ തോന്നി. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് ഒരു ഘട്ടത്തിൽ തൻവീറാമും ബിനു പപ്പുവും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കോൺവെർസേഷനുള്ള സ്വാഭാവികതയായിരുന്നു ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ ഒരു സ്പേസിലേക്ക് എത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നത് 2 മണിക്കൂറോളം ഒരു കാര്യവുമില്ലാത്ത കുറേ കോമഡിയിലൂടെ കടന്നുപോയിട്ടാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്